സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ ആയിരിക്കാൻ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. കാരണം നമുക്കറിയാം, ഈ ശരീരം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ദൈവം നമുക്ക് തന്നതാണ്. നമ്മുടെ നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. ഈ ശരീരം പ്രവേശിക്കുകയില്ല, ആത്മാവാണ് പ്രവേശിക്കുക. യോഹന്നാൻ 6:63 ഈശോ പറഞ്ഞു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. നമ്മുടെ ഈ ശരീരം, ഭൂമിയിൽ നമുക്ക് ലഭിച്ച ഈ ശരീരം, ഇത് മണ്ണായിത്തീരും. പക്ഷെ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ്, ഈ ശരീരവും മനസ്സുമായ ഈ മേഖലയിൽ നമ്മുടെ ഉള്ളിൽ ഇടയ്ക്ക് ചിന്തിച്ചതുപോലെ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ ഉദരത്തിൽ വളരുന്നത് പോലെ നമ്മുടെ ഈ ശരീരവും ആത്മാവുമാകുന്ന ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിത്യതയിലേക്ക് നമ്മുടെ ശരീരം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് ജനിക്കുകയാണ്. ഒരു പുഴു, അത് ചിത്രശലഭമാകാനുള്ളതാണ്, പുഴുവായിട്ടിരിക്കാനുള്ളതല്ല. അത് പുഴുവായിരിക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ വളർച്ച എത്തിക്കഴിയുമ്പോൾ അതൊരു കൂട് കൂട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. വീണ്ടും കുറേ നാൾ കഴിയുമ്പോൾ ആ കൂട് പൊട്ടിയും ആ കൂട് ഉപേക്ഷിച്ചിട്ട് അതൊരു ഉയരങ്ങളിലേക്ക് മനോഹരമായ ചിത്രശലഭ പറന്നുയരുന്നത് പോലെ നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിനുള്ളിൽ കൂടുകൂട്ടി ഈ ഭൂമിയിൽ തൽക്കാലം ഇവിടുത്തെ ബുദ്ധിമുട്ടിൽ കഴിയുകയാണ്. സമയമാകുമ്പോൾ ഈ കൂട് പൊട്ടിയിട്ട് ഒരു ചിത്രശലഭ മനോഹരമായി പറന്നുയരുന്നത് പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പറന്നുയരേണ്ടതാണ്. അപ്പോൾ ആ ഒരു ആത്മീയത നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. സഭയിൽ നമ്മളായിരിക്കുമ്പോൾ ഇതിനുള്ള സജ്ജീകരണങ്ങളാണ്. നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവ് പറന്നുയരാനുള്ള, അല്ലെ പർദീസായിലേക്ക് തിരികെ നമ്മുടെ ആത്മാവ് പ്രവേശിക്കുവാനുള്ള സജ്ജീകരണമാണ് തിരുസഭയിൽ. അത് യേശു തന്നെ ചെയ്തതാണ്, വേറെ ആരും ചെയ്തതല്ല. തിരുസഭ സ്ഥാപിച്ചത് യേശുവാണ്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ വന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കാനുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളെ യേശു മാറ്റി. നമ്മുടെ ആത്മാവിനുണ്ടായിരുന്ന പൈശാചിക ബന്ധനങ്ങളെ, പീഡകളെ യേശു മാറ്റി. കാൽവരി കുരിശിലൂടെ നമ്മൾ സാത്താൻ്റെ അടിമത്തിൽ നിത്യമായി കിടക്കേണ്ട ആ മേഖല പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. യേശു പൗലോസിലെ പറയുന്ന ഇങ്ങനെയാണ്, നമ്മൾ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. അല്ല, യേശു നമ്മളെ അവൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് യേശു കുരിശിൽ കിടന്നത്. യേശു നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് നരകത്തിലേക്ക് ഇറങ്ങിയത്. യേശു നമ്മളെ ഉള്ളിൽ, മനുഷ്യവർഗം മുഴുവനെയും ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് യേശു ഉത്ഥാനം ചെയ്തത്. യേശു നമ്മളെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തത്. നമുക്ക് അവിടെ ഒരു സ്ഥലം, അതായത് നാം അവിടെ നിന്ന് വന്നവരാണ്. നമ്മുടെ ആത്മാവ്, ആത്മീയമായിട്ടാണ് ഈ പറയുക. അപ്പം നമ്മുടെ ആത്മാവിനെ യേശുവിൻ്റെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് യേശു ഇതെല്ലാം ചെയ്തു. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ കുറവുകളെ, അതിനുള്ള ശിക്ഷ യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒന്നും അറിഞ്ഞില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് 2000 വർഷം മുമ്പ് യേശു ഈ കാര്യം ചെയ്തു കഴിഞ്ഞു. നമ്മളിത് അറിയണം, വിശ്വസിക്കണം. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന കാര്യങ്ങൾ അതൊക്കെയാണല്ലോ, അല്ലേ? നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവും കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നാ നമുക്കറിയില്ല. ഇനി 1000 വർഷം ഉണ്ടോ നമുക്കറിയില്ല, ഒന്നും അറിയില്ല. എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല എന്ന് ഈശോ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരുങ്ങിയിരിക്കുവാൻ എപ്പോഴും നമ്മുടെ അറിവ്, നമ്മുടെ ആത്മാവാണ് നിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ശരീരം ഇത് മണ്ണായി പുഴുവായി തീരേണ്ടതാണ്. ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. നമ്മൾ കർത്താവിൻ്റെ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ ഒരു പുതിയ ശരീരം നമുക്ക് തരും. അതുകൊണ്ട് ഈ ശരീരം കൂടുതൽ അലങ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതെങ്ങനെയും ആ പുഴു ഒരു കൂടിനകത്ത് കുറേ നാൾ ആയിരിക്കുന്നത് പോലെ, കൊക്കൂണിനകത്തായിരിക്കുന്നത് പോലെ, അത് കഴിയുമ്പോൾ അത് പൊട്ടി ഇല്ലാതായിത്തീരുന്നതാണ്. അതുകൊണ്ടൊരു പ്രയോജനമില്ല. അത് ചിത്രശലഭം പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക്, അതായത് യേശുവിൻ്റെ വരവെങ്കിൽ, അതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് 1 കൊരിന്തോസ് 15 പൗലോസ് പറയുന്നുണ്ട്. കാഹളധ്വനി ഉയരുമ്പോൾ, കാഹളധ്വനി മുഴങ്ങുമ്പോൾ മരിച്ചവരെല്ലാം അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. അതെങ്ങനെയാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. പല ശരീരങ്ങളുണ്ട്, ആത്മീയ ശരീരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ ശ്രീ അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. 1 യോഹന്നാൻ 3 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
അവൻ്റെ പ്രത്യക്ഷതയിൽ അതായത് അവൻ വാനമേഘങ്ങൾ രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ നാം എല്ലാവരും അവനെ പോലെ ആയിത്തീരും. കാരണം യേശുവിൻ്റെ രൂപമാണ് നമുക്ക് നൽകുന്നത്. തൻ്റെ പുത്രനെ പോലെ റോമർ 8:29 പറയുന്നുണ്ട്, തൻ്റെ പുത്രനോട് അനുരൂപരായി തീരാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവൻ വിളിച്ചവരെ വിശുദ്ധീകരിച്ചവരെ നീതീകരിച്ചു എന്ന്. അപ്പം നമ്മളുടെ ഈ ജീവിതം നമ്മുടെ ഈ ശരീരമൊക്കെ പോയി നമ്മൾ യേശുവിൻ്റെ രൂപം, നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രൂപം, നമ്മൾ കല്യാണ വിരുന്നിന് വിവാഹവസ്ത്രം ധരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ നിന്ന് കണ്ടപ്പോൾ അവനെ അവിടെ നിന്ന് പുറത്താക്കി ഇരുട്ടിലേക്ക് എറിയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യേശുവിന് രൂപം ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ വിവാഹ വിരുന്നിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ശുഭവസ്ത്രം നൽകാം. എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നൽകാം. എന്നോട് ചോദിക്കുക, നിങ്ങളുടെ കണ്ണുകൾ കാണാൻ ഞാൻ നിങ്ങളുടെ കണ്ണിൽ അഞ്ജനം എഴുതാൻ ഞാൻ തരാം. അവൻ നമ്മളെ ശുഭവസ്ത്രം ധരിപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. കാൽവരിയിൽ അവൻ അവൻ്റെ ശരീരത്തിൽ നിന്നും തോലുരിയപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത് നഗ്നനാണെന്ന് പറഞ്ഞ ആദത്തോട് ഹവ്വ ചോദിച്ചു, ആരാണ് നീ നഗ്നനാണെന്ന് നിന്നോട് പറഞ്ഞത്? ആ കുഴപ്പം മനസ്സിലാക്കിയപ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് കർത്താവ് മനസ്സിലാക്കിയപ്പോൾ തൽക്കാലം അവരുടെ നഗ്നത മറയ്ക്കാൻ ഉടുത്തിരുന്ന ആ അത്തിയില വെയിലടിക്കുമ്പോൾ അത്തിയില ചുരുണ്ടുപോകും, നഗ്നത വീണ്ടും വെളിപ്പെടും. അതുകൊണ്ട് അവിടെ ദൈവം അന്ന് ആട്ടിൻ തോല് കൊണ്ടൊരു ഉടയാട ഉണ്ടാക്കി. നോക്കണം, കരുണാമയനായ ദൈവം പാപം ചെയ്ത് നിൽക്കുന്ന മനുഷ്യരും തങ്ങളിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവർ തന്നെ അത്തിയിലൊക്കെ തന്നെ ഉണ്ടാക്കി മറച്ചു നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ശരിക്കും വസ്ത്രം ധരിക്കാതെ നിൽക്കുമ്പോൾ അമ്മ അതിനെ വേറൊരു വസ്ത്രം ധരിപ്പിക്കുന്നെന്ന് ഓർത്ത് നോക്കും, നല്ല ഉടുപ്പിടിക്കുന്നു. അന്ന് പർദീസായിൽ പാപം ചെയ്ത് നിൽക്കുന്ന മനുഷ്യനെയും ദൈവം തന്നെ വാടിപ്പോകാത്ത എന്നും മറയ്ക്കുന്ന തോലുകൊണ്ടൊരു ഉടയാട ഉണ്ടാക്കിയെന്നാണ്. യഥാർത്ഥത്തിൽ ഒരാടിനെ കൊന്നിട്ടായിരിക്കാം. അത് നമ്മൾ കാണുന്നുണ്ട്, പല സംഭവങ്ങൾ കാണുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ മകനായി ഇസഹാക്ക് ബലിയർപ്പിക്കപ്പെടാനായി മോറിയ മലയുടെ മുകളിലെത്തിയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അബ്രാഹം അവനെ കൊല്ലാൻ തയ്യാറായിരുന്നു, ബലിയർപ്പിക്കാൻ, ദൈവത്തോട് വിശ്വസ്തനായി. അപ്പോൾ അവിടെ മരച്ചില്ലകളിൽ കൊമ്പിടൊക്കെ കിടക്കുന്ന ഒരു ആടിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് ക്രിസ്തുവാണ്. യേശു നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ പർദീസായിൽ ഒരാടിൻ്റെ തോലുരിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ തോലുരിഞ്ഞാണ് നമ്മുടെ നഗ്നത മറച്ചത്. അതായത് അവൻ്റെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ, മുള്ളുകളുള്ള ചാട്ടകൾ അടച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ തോലുരിഞ്ഞു എന്നാണ് അനേക വിശുദ്ധരുടെയൊക്കെ ദർശനത്തിൽ കണ്ടു പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ശുഭവസ്ത്രം നൽകാം. നമ്മുടെ പാപത്തിൻ്റെ മാലിന്യം മാറ്റി യേശു നമ്മളെ ആത്മീയ വസ്ത്രം ധരിപ്പിക്കുക. അതായത് ഞാൻ പറയുന്നത്, ക്രിസ്തുവിനെ പോലെ പൗലോസിൻ്റെ ഭാഷ പറഞ്ഞ, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനിയുള്ള എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ജീവിതമാണെന്ന് യോഹന്നാൻ ശ്ലീഹ പറയാൻ വ്യക്തമായിട്ട്, അവൻ്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും അവനെ പോലെ ആയിത്തീരും. അല്ലെങ്കിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അവൻ താബോർ മലയിൽ അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നോ അതാണ് യേശുവിൻ്റെ യഥാർത്ഥ രൂപ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ. അപ്പം നമുക്കും ഈ രോഗമുള്ള, ഈ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ, അല്ലെ നമ്മൾ മടുത്ത് ശരീരം തളർന്ന് രോഗബാധിതമായി ശരീരം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നന്നാക്കിയെടുക്കാനല്ലേ. ഓരോ ദിവസം പോകുമ്പോൾ അത് വീണ്ടും വീണ്ടും കുറവായിട്ട് വരികയാണ് എന്തെല്ലാം ചെയ്താലും. അപ്പോൾ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരിക്കലും ഒളിമങ്ങാത്ത, ഒരിക്കലും ചുക്കിച്ചുളിയാത്ത, ഒരിക്കലും സൗന്ദര്യം മാഞ്ഞു പോകാത്ത ഒരു സൗന്ദര്യമുള്ള ഒരു ശരീരം, യേശുവിൻ്റെ തന്നെ രൂപം, ആത്മീയ രൂപം നമുക്ക് ഓരോരുത്തർക്കും. അത് 1 യോഹന്നാൻ 3 പറയുന്നുണ്ട്, നാം എല്ലാവരും അവനെ പോലെ ആയിത്തീരും. വീണ്ടും പറയാണ്, അവൻ ആയിരിക്കുന്ന പോലെ നാം അവനെ കാണുകയും ചെയ്യും. നാം എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്, ഈശോയെ നിന്നെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ. വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ പലപ്പോഴും ദർശനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവനെ ആയിരിക്കുന്ന രൂപത്തിലൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ താബോർ മലയിൽ അവർ കണ്ടതുപോലെ. ഈശോ പറയാണ്, അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിങ്ങൾ അവനായിരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അവനെ കാണും, മാത്രമല്ല നിങ്ങളും അവൻ്റെ രൂപം ധരിക്കുമെന്ന്. അതാണ് പൗലോസ് പറഞ്ഞത്,
അവൻ്റെ രൂപം ധരിക്കാൻ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ സഭയിലായിരിക്കുമ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചൊരു മേഖലയുണ്ടല്ലോ, നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ ദൈവവുമായ ഒരു ആത്മീയ ബന്ധമുണ്ടായിരിക്കണം. സാത്താൻ എപ്പോഴും നമ്മുടെ മേൽ ദൃഷ്ടി വച്ചിരിക്കുകയാണ് അല്ലേ? വെളിപാട് 12 പറയുന്നില്ലേ, സമുദ്രമേ ഭൂമിയെ ദുരിതം, അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും നമ്മളെ വീഴ്ത്താനായിട്ട് എന്തെല്ലാമാണ്, ഏതെല്ലാം രീതിയിലാണ്, ആർക്കും മനസ്സിലാക്കാൻ പറ്റാതെ വീണ് കഴിയുമ്പോഴാണ് അയ്യോ വീണു പോയല്ലോ എന്ന് പറയുന്ന രീതിയിലാണ് സാത്താൻ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഈശോ അതുകൊണ്ട് തന്നെ പറയാം, പാമ്പിനെ പോലെ വിവേകവും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും, അതായത് തിന്മയെ ജയിക്കാൻ എന്നാലും ഓർപ്പിച്ച് നമുക്ക് അല്ലേ, നമ്മളിന്ന് ബന്ധന പ്രാർത്ഥനകളൊക്കെ ചെയ്യാറുണ്ട് സാത്താനെ ഉപേക്ഷിക്കാനൊക്കെ ആയിട്ട്. ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥന റോമർ 16 ഇങ്ങനെ വചനം പറയുന്നുണ്ട്. റോമർ 16:19 ഇങ്ങനെ വചനമുണ്ട്, നിങ്ങൾ നല്ല കാര്യങ്ങൾ, ദൈവവചനമാണ്, നല്ല കാര്യങ്ങൾ, നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണം, എങ്കിൽ ഉടൻ തന്നെ സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മൾ ആരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല പിശാചിനെ ബഹിഷ്കരിക്കാനായിട്ട്. നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവ്, നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കാൻ, നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, റോമർ 16:19, നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ള, കാരണം ദൈവവചനത്തിന് അനുസരണമുള്ളവരായിരിക്കുക, ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് നല്ല കാര്യം. നിങ്ങൾ ദൈവവചനത്തിൽ അറിവുള്ള എന്ന് ചിന്തിച്ച പോലെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ, അതരത്തിൽ മാത്രമല്ല, ഉള്ളിൽ നമ്മൾ വചനം സംഗ്രഹിക്കണം. പരിശുദ്ധ അമ്മ ചെയ്താണ്, ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. അതായത് ഓരോ കാര്യവും സംഭവിക്കുമ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഓരോ കാര്യവും സംഭവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കുള്ളതുപോലെ ഇന്ന് സുവിശേഷങ്ങളോ അപ്പസ്തോല പ്രവർത്തനങ്ങളോ ലേഖനങ്ങളോ ഒന്നും അമ്മയ്ക്ക് അന്ന് കിട്ടിയില്ലല്ലോ. അന്നുണ്ടായിരുന്നത് അന്ന് പഴയ നിയമ ഗ്രന്ഥങ്ങളായിരുന്നു, അതായത് പ്രവചനങ്ങളായിരുന്നു. ഏശയ്യായുടെയും ജെറമിയായുടെയും എസെക്കിയേലിൻ്റെയും ആവർത്തന പുസ്തകം, ഇതൊക്കെ യഹൂദർക്കുണ്ടായിരുന്ന, അതിലുണ്ടായിരുന്ന വചനങ്ങൾ അമ്മ കുഞ്ഞുനാളിൽ ദേവാലയത്തിലായിരുന്നപ്പോൾ നല്ലതായിട്ട് പഠിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു രക്ഷകനെക്കുറിച്ചുള്ള വലിയൊരു ഉൾക്കാഴ്ച അമ്മയ്ക്കുണ്ടായിരുന്നു. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൂതൻ പറഞ്ഞപ്പോൾ ചോദിച്ചെങ്കിലും പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും ആലോചിച്ചില്ല. ഇതാ ഞാൻ, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. പ്രിയമുള്ളവരെ, നമുക്കും ആ ഒരു ബോധ്യം, അതായത് പരിശുദ്ധ അമ്മ പ്രവാചകഗ്രന്ഥങ്ങൾ ഏശയ്യായും ജെറമിയായും എസെക്കിയേലും ദാനിയേലും ഒക്കെ ദാവീദിന് സങ്കീർത്തനങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് കൊണ്ട് അമ്മയുടെ ഉള്ളിൽ ഒരു രൂപമുണ്ടായിരുന്ന ഒരു പൂർണ്ണമായിട്ടില്ലെങ്കിലും, അതുകൊണ്ട് അമ്മയ്ക്ക് ഹൃദയത്തിൽ ഓരോ സംഭവം നടക്കുമ്പോൾ അമ്മ ഈ ഏതെങ്കിലും ഒരു വചനം നിറവേറുകയാണെന്ന് അമ്മ മനസ്സിലാക്കി. അതോടെ ദൈവത്തെ സ്തുതിച്ച് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞു, യേശുവിലൂടെയാണ് അമ്മ അനുഗ്രഹം പ്രാപിച്ചതാണ് രക്ഷകനെന്ന് പറയുന്നത്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൃപ ലഭിച്ചത്. കാരണം രക്ഷകനായ യേശുവിൻ്റെ അമ്മയായി തീരാൻ വേണ്ടിയാണ് പരിശുദ്ധ കന്യാമറിയം പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടത്. ഇത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ് അല്ലേ. ജെറമ്യാ 31:22 പറയുന്നുണ്ട്, കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ എല്ലാ സൃഷ്ടികർമ്മവും ഉൽപ്പത്തിയിൽ ഒന്നിൽ തീർന്നെങ്കിൽ വീണ്ടും ഒരു പുതിയ സൃഷ്ടികർമ്മം ദൈവം നടത്തിയതാണ് പരിശുദ്ധ കന്യാമറിയം. ജെറമ്യാ 31:22 കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു, സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ആദമാണ് സൃഷ്ടിച്ചത്. ആദത്തിൽ നിന്നാണ് ഹവ്വ ഉണ്ടായതെങ്കിൽ ക്രിസ്തു മറിയത്തിൽ നിന്നാണ് ഒരു സ്ത്രീയിൽ നിന്നാണ് പുരുഷൻ. പൗലോസ് അതേക്കുറിച്ച് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 11:12 ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചാണ്. മറിയത്തിൽ നിന്നും പരിശുദ്ധ കന്യാമറിയം പൂർണ്ണമായും ദൈവജനത്തിൽ സമർപ്പിക്കപ്പെട്ട മറിയത്തിൽ നിന്നും ഭൂമിയിൽ മനുഷ്യനായ യേശു ക്രിസ്തു പിറന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ ഞാൻ പറയുകയാണ്, നമുക്ക് ബന്ധന പ്രാർത്ഥനകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കാണാതെ പുസ്തകം വായിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. നല്ല ചിന്തിച്ചാണ് വചനം. റോമർ 10 ചിന്തിച്ചു 8-ാമത്തെ വചനം 9-ാമത്തെ വചനം, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അതരത്തിലും നിന്റെ ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ.
ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ്, അധരത്തിൽ മാത്രം നമ്മൾ വായിച്ചു പോവുകയല്ല എല്ലാം. പലപ്പോഴും കുർബാനയ്ക്ക് പോലും നമ്മൾ അങ്ങനെ വായിച്ചു പോവുകയാണ്. ഹൃദയത്തിൽ തട്ടാതെ പോകുമ്പോൾ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് എന്താ? ഈ ഹൃദയം എന്ന് പറയുന്ന ആത്മാവാണ്. ശരീരം ഒന്നും ഉപകരിക്കുന്നില്ല. അതല്ല, ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ സ്തുതിക്കുന്ന അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. കാരണം ദൈവം നോക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. ഈ ആത്മാവാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് വന്നത്. എപ്പോഴും ചിന്തിച്ചാണ്. ശരീരവും മനസ്സും ഒക്കെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്. സഭാപ്രസംഗം 11:5 വീണ്ടും 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 നമ്മളതേക്കുറിച്ച് ചിന്തിക്കുന്നതാണ്, അല്ലേ? ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ദൈവം ആദത്തെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദത്തിൻ്റെ മൂക്കിലേക്ക് ജീവന്റെ ശ്വാസം നിവേശിച്ചു, ആദം ജീവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നും മനുഷ്യനങ്ങനല്ലേ ഉണ്ടാകേണ്ടത് എന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനമാണ് ഇത്. ബൈബിളിലുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ വചനം ശരിക്കും ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങൾക്ക് ഉത്തരം തിരുവചനത്തിലുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സമ്പൂർണ്ണമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് കാണാ പഠിക്കാനല്ല, നമ്മളത് വായിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരും, ചിന്തകളായിട്ട് തരും. ചിലപ്പോൾ വചനത്തിൻ്റെ കൊട്ടേഷൻ അറിയണമെന്നില്ല, എനിക്കും അങ്ങനെയൊന്നും അറിയണമെന്നില്ല. ഇപ്പം നമുക്ക് ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കാര്യം പറയാം. വചനം ഉള്ളിലേക്ക് വരുമ്പോൾ വചനം വരും, അത് എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ചിലപ്പോൾ പലപ്പോഴും വചനം നമ്മൾ കൊട്ടേഷൻ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് ചിലപ്പോൾ ഒക്കെ തെറ്റിപ്പോകാറുണ്ട്. എന്നാലും വചനമാണ്, അതിന് മാറ്റമില്ല. ഇന്ന് ഗൂഗിളിലുണ്ടല്ലോ, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് സ്ക്രിപ്ചറിനും കൂടെ അവസാനം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, എല്ലാം കിട്ടും, എളുപ്പമുണ്ട്. ഇത് ഞാൻ പറയുന്നത് എല്ലാം ദൈവം, ഗൂഗിളും എന്തെല്ലാം എന്ന് നമുക്ക് ഉള്ള സാങ്കേതിക വിദ്യകളൊക്കെയും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം അനുവദിച്ചതാണ്. നമ്മൾ ആ രീതിയിൽ അതിനെ കാണണം. സാങ്കേതികമായ ശാസ്ത്രീയപരമായിട്ടൊക്കെ പലരും പറയുമ്പോൾ ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയാണ് ദൈവം ഇത് അനുവദിച്ചത്. അതേ പറഞ്ഞു. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, നിങ്ങൾ റോമർ 16:19 ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥന എന്താണ്? നമ്മുടെ ഉള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ അനുസരണം, ദൈവവചനം അനുസരിക്കണം. 10 കൽപ്പനകൾ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, സ്നേഹിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ജീവിത പങ്കാളിയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം. അതാണ് ദൈവവചനം, സ്നേഹമാണ് ദൈവവചനം. അപ്പോൾ അവരാണ് നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരും പാമ്പിനെ പോലെ വിവേകം. എന്താ നടക്കുന്നതെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം. പാമ്പ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ നമ്മളിപ്പം പാമ്പെന്ന് പറയുമ്പോൾ ആപ്പാടെ പേടി, എന്താ പിശാച് എന്നുള്ളത് അല്ല. പാമ്പെന്ന് പറയുമ്പോൾ അതിങ്ങനെ എപ്പോഴും തലയുയർത്തി, എന്താ അതിന് കണ്ണ് കാണുന്നില്ല, അതിൻ്റെ ശരീരത്തിൻ്റെ കാഴ്ച കുറവായതുകൊണ്ട് അതിങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെടിയുടെ മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മൂർഖൻ പാമ്പൊക്കെ ഇങ്ങനെ കാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെന്തിനാ നമ്മളെ കൊത്താൻ വേണ്ടി നിൽക്കുന്നില്ല. ആരെങ്കിലും ഒന്നെങ്കിൽ അതിൻ്റെ ഇര വരുന്നുണ്ടോ, അല്ലെങ്കിൽ ശത്രുവിനെ അതിനെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് അറിയാൻ, ഉണ്ടെങ്കിൽ ഓടും. അത് നിവൃത്തിയില്ലാതാണ് ഇത് കടിക്കുന്നത്. ആരെങ്കിലും ചവിട്ടിയാലേ കടിക്കുള്ളൂ. പാമ്പ് ഓടിച്ചിട്ട് ആരെയും കടിക്കാറില്ല, അതിന് ചവിട്ടിയാലേ കടിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് സാഹചര്യങ്ങളെ ചുറ്റുപാടറിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, അല്ലെ അതിൻ്റെ ഇരയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ തലയുയർത്തി പത്തി ഉയർത്തൊക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാനായിരുന്നു വരുന്നുണ്ടെങ്കിൽ മാറിപ്പോവെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അടുത്ത് വന്നാലേ, അല്ലെ പാപത്തെക്കുറിച്ചാണ്, പാമ്പിനെ പോലെ അടുത്ത് വന്നാൽ കടിക്കും. പാപത്ത് കാണുമ്പോൾ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാമ്പിനെ പോലെ വിവേകവും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരായിരിക്കണം എന്ന് ഇവിടെ അതേ പറഞ്ഞു. നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയാണ് റോമർ 16:19-20 പറയാണ്, എങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം ഇങ്ങനെയാണ്, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മളുടെ ജീവിതത്തെ ആക്രമിക്കുന്ന തിന്മയുടെ മേൽ ചവിട്ടി നിൽക്കാനുള്ള പരിശുദ്ധ അമ്മ ഈ പാമ്പിൻ്റെ മേൽ ചവിട്ടി നിൽക്കുന്ന പടം നമ്മൾ കണ്ടിട്ടില്ലേ? പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ സാത്താൻ്റെ തലയിൽ ചവിട്ടി നിന്ന വ്യക്തിയാണ്, തൻ്റെ വചനം പാലിച്ചുകൊണ്ട് വിശുദ്ധി നിന്നുകൊണ്ട്. അപ്പോൾ യേശുക്രിസ്തുവാണ് മനുഷ്യവർഗം മുഴുവന് വേണ്ടിയും സാത്താൻ്റെ തല തകർത്തത്. അപ്പം നമ്മളോട് പറയുകയാണ്, യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ മക്കളാണെങ്കിൽ നമുക്കും സാത്താൻ്റെ തലയിൽ ചവിട്ടി നിൽക്കാനുള്ളൊരു കൃപ അഭിഷേകം യേശുക്രിസ്തുവിലൂടെ തിരുസഭയിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന, ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് ആഗോള സഭയിൽ ഒന്നാമത്തെ വായന ഇന്ന് ഇത് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ 2 രാജാക്കന്മാരിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഏലിയ
1 രാജാക്കന്മാർ 18 കഴിഞ്ഞ് ഏലിയായുടെ നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ബലിയർപ്പണമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഏലിയ ഈ ജസബൽ രാജ്ഞി കൊല്ലാൻ വേണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്, പിന്നീടും അടങ്ങിയിരിക്കുന്നില്ല, നശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഏലിയ മലയുടെ മുകളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ്, നിന്റെ ജോലിയൊക്കെ പൂർത്തിയാകാറ്, നീ താഴേക്ക് ഇറങ്ങി ചെല്ലുക, അവിടെ ഇന്ന എലീഷ എന്നൊരാളെ കാണും, അവനെ നീ അഭിഷേകം. അങ്ങനെ പോകുന്ന വഴിക്ക് കാളകളെ മേയിച്ചുകൊണ്ടിരുന്ന കൃഷിസ്ഥലത്ത് കൃഷി നടത്തിക്കൊണ്ടിരുന്ന എലീഷയെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലങ്ങിട്ടു, എന്നിട്ടങ്ങ് പോയി. ഒരഭിഷേകമാണത്. ഞാൻ പറയും, മേലങ്കി ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എലിയ കടന്നുപോയപ്പോൾ തന്നെ ആ മേലങ്കി അവൻ്റെ മേലിട്ടപ്പോൾ അവന് എലീഷയുടെ പിന്നാലെ പോകണം, കാളകളെയൊക്കെ വിട്ടിട്ട് പോവുകയാണ്. അപ്പം എലീഷ പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ വരട്ടെ എന്ന്, ഞാൻ യേശുവെ നിന്റെ കൂടെ വരട്ടെ എന്ന് ഇന്ന് ചോദിക്കുന്ന പോലെ അന്ന് അവൻ ഏലിയാട് ചോദിക്കുകയാണ്, ഞാൻ നിന്റെ കൂടെ വരട്ടെ. ഏലിയ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചൊന്നുമില്ലല്ലോ, ഞാൻ നിന്നെ വിളിച്ചു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോരാൻ പറഞ്ഞു. അവൻ പോയി അവൻ്റെ കാള പൂട്ടുന്ന അത് സംഗതി തടിയുണ്ടോ അതെല്ലാം വെട്ടിമുറുക്കി കാളകളെ കൊന്ന് ബലിയർപ്പിച്ചത് കൂടെ ഉണ്ട്, അത് ജോലിക്കാർക്കെല്ലാം കൊടുത്തിട്ട് അവൻ പോന്നു. ഉള്ളൊരു നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ യേശുവിനെ അനുഗമിക്കാനായിട്ട് നമ്മുടെ സമ്പത്തും പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, ലോകമോഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അതുവരെ അവൻ്റെ സമ്പാദ്യവും സമ്പത്തും അവൻ്റെ വയലും കാളയും ഒക്കെ ആയിരുന്നു. ആ കാളയെ കൊന്നിട്ട് അവൻ്റെ ആ കാള കൂട്ടുന്ന യന്ത്രമൊക്കെ അതൊക്കെ തടി കൊണ്ടുള്ളതൊക്കെ കത്തിച്ചിട്ട് ബലിയർപ്പിച്ചിട്ട് അവന് ഏലിയായുടെ പിന്നാലെ പോയി. ഇന്ന് വായിക്കുന്നത് ഈ ഏലിയായ്ക്ക് വലിയൊരു പ്രവാചകണം ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഏലിയായുടെ പുറകെ ഇങ്ങനെ പോകുമ്പോൾ കർത്താവ് ഇന്നത്തെ അവന 2 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായം 1-ലാണ്. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ നമുക്കറിയാം സ്വർഗത്തിലേക്ക് കടന്നുപോയ ഏലിയായെക്കുറിച്ച് പറഞ്ഞത് ആ ആഗ്നേയരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സംഭവമാണ് ഇന്നവിടെ ഞാൻ പറയും, ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമുക്ക് അന്ന് അവരുടെ ആ കാഴ്ചപ്പാടിൽ അത് അവർക്കറിയില്ല യേശുവിനെ, പക്ഷെ അന്ന് ആ ഒരു സംഭവമാണ് നമ്മളതിനെക്കുറിച്ച് അങ്ങനെ കാണേണ്ടത്. അപ്പോൾ ഏലിയായും എലീഷായും അന്ന് ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവിനെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ എലീഷ പറഞ്ഞു, കർത്താവിനെ അവിടുത്തെ സാക്ഷിയായി ഞാൻ പറയുന്നു, ഞാൻ അങ്ങ് വിട്ടുമാറില്ല. ഇതിനൊരു കാര്യമുണ്ട്, ഏലിയ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുന്നത് വായനയുടെ ഭാഗമായിട്ട് ഇതിലേക്ക് പോകണം. അവിടെ പറയുന്നുണ്ട്, അവിടെ പല സ്ഥലങ്ങളിലേക്ക് ഏലിയ പറയുകയാണ്, ഞാൻ ബഥേലിലേക്ക് പോവുകയാണ്. എലീഷ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരുവാണ്, കാരണം അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, ഞാൻ ജെറീക്കോയിലേക്ക് പോവാണ്. എലീഷ പറഞ്ഞു, ഇല്ല നിന്നെ വിട്ട് ഞാൻ പോയി, അത് നിൻ്റെ കൂടെ വരികയാണ്. ഒരു യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം. എവിടെയാണെങ്കിലും വീണ്ടും ജോർദാനിലേക്ക് പോകുമ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഏലിയ പറഞ്ഞു, ഞാൻ ജോർദാനിലേക്ക് പോകണം. എലീഷ പറഞ്ഞു, ഇല്ല ഞാൻ നിൻ്റെ കൂടെ വരികയാണ്. അവന് ജോർദാൻ 3 സ്ഥലം കഴിഞ്ഞ് ജോർദാനിൽ വരെ എത്തിയപ്പോഴാണ് ഈ അവിടെയെല്ലാമുള്ള പ്രവാചകണങ്ങളുണ്ട് ഓരോ സ്ഥലത്തും. അവിടെയെല്ലാം ഒരു എലീഷയോട് പറഞ്ഞു, ഇന്ന് നിന്റെ ഗുരുവിനെ ഇന്ന് ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുകയാണെന്ന് അവരെല്ലാം പ്രവചനമായി പറഞ്ഞപ്പോൾ എലീഷ പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ ജോർദാൻ്റെ അരികെ എത്തിയപ്പോൾ, ജോർദാൻ്റെ മറുകര എത്തിയപ്പോൾ ഇങ്ങനെയാണ് ജോർദാനിലേക്ക് അയച്ചിരിക്കുന്ന അവൻ കർത്താവിനെയും അവനെയും സാക്ഷിയാക്കില്ലേ. അങ്ങനെ എലീഷായും ഏലിയായുടെ ജോർദാൻ്റെ ഒരു കരയിൽ വന്ന് നിന്നും അവർ ഇരുവരും ജോർദാൻ സമീപെത്തിയപ്പോൾ പ്രവാചകഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഏലിയ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു, വെള്ളം ഇരുവശത്തേക്ക് മാറി. അന്ന് മോശയിലൂടെ അല്ലെങ്കിൽ ജോഷുവയിലൂടെ ജോർദാൻ അന്ന് വിഭജിക്കപ്പെട്ടതുപോലെ ഇന്ന് ഏലിയായിലൂടെ ആ ജോർദാൻ അത് വീണ്ടും വിഭജിക്കപ്പെട്ടപ്പോൾ ഒരു അത്ഭുതമാണ്. എലീഷായുടെ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി ജോർദാന്റെ അക്കരെ കടന്നു. മറുകരയെത്തിയപ്പോൾ എലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നമ്മുടെ ആഗ്രഹിക്കേണ്ടതാണത്. എലീഷ ഏലിയായോട് പറയാണ്, ഏലിയായിലുണ്ടായിരുന്നതിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം, എനിക്ക് ലഭിക്കട്ടെ. അപ്പോൾ ഏലിയ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ
ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. ഇത് വലിയൊരു മേഖല. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞല്ലേ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഈ വിശ്വാസം സഭയിൽ അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് മുമ്പായി യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകുന്നത് അവർ കണ്ടു, അവരെ കാണിച്ചു. അവർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞുപോയി. ഒരു ദൂതൻ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കി? അവൻ അതുപോലെ വീണ്ടും വരും. അപ്പൊ ആദിമ സഭയുടെ അടിസ്ഥാനമായ അപ്പസ്തോല ഗണത്തിന് ഈ വലിയ കാര്യങ്ങൾ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ഏലിയ പറയാണ്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അഭിഷേകം ലഭിക്കും. അപ്പസ്തോലന്മാർ കണ്ടു സ്വർഗത്തിലേക്ക് യേശു കയറിപ്പോകുന്നത്. എൻ്റെ അവിടെ സംഭവം പറയുള്ളവരെ, ഞാൻ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. എനിക്ക് കിട്ടിയൊരു ബോധ്യം അതായിരുന്നു. അതായത് കണ്ടില്ലെങ്കിൽ ലഭിക്കുക. അവിടെ വിശ്വാസമാണ് കേട്ടോ, നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയാണത്. അപ്പോൾ അതാ ഒരു ആഗ്നേയരഥം, അശ്വാരഥങ്ങളും ആഗ്നേയരഥവും ആഗ്നേയ അശ്വങ്ങളും കുതിരകളെയും, തീ കൊണ്ടുള്ള കുതിരകളൊക്കെ അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല. അവൻ വസ്ത്രം കീറി. അവൻ അടുത്തതാണ്, ഇന്നത്തെ വായനയുടെ ഭാഗമാണ്, 2 രാജാക്കന്മാർ 2:13. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ കരയിൽ ചെന്നു നിന്നു. ഇത് വലിയൊരു മേഖലയാണ്. ഈശോ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞ് ഈ ഏലിയ ഇട്ടുകൊടുത്ത മേലങ്കി പോലെയാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് കയറിയിട്ട് യേശു ഇട്ടുകൊടുത്ത പരിശുദ്ധാത്മാഭിഷേകം. അവരതിനുവേണ്ടി കാത്തിരുന്നു. ഇന്ന് നമുക്കുള്ള അഭിഷേകം യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തിട്ട് അവിടെ നിന്നും ഈശോ തന്നെ ഇത് പറഞ്ഞിട്ടാണ്, മുൻകൂട്ടി പറഞ്ഞിട്ടാണ്. ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അപ്പസ്തോലന്മാരോട് അത് പറഞ്ഞിട്ടാണ്. ഈശോ യോഹന്നാൻ 14 പറയുന്നുണ്ട്, 12, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും, എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. അന്ന് ഏലിയായിൽ നിന്നും വീണ് കിട്ടിയ മേലങ്കി അതൊരു അടയാളം, പ്രതീകമായിരുന്നു. നമുക്ക് യേശു സ്വർഗത്തിലേക്ക് പോകുന്ന നമ്മൾ വിശ്വസിച്ച് അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തു ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ നിന്ന് സഭയിലേക്ക് അയച്ച പരിശുദ്ധാത്മാവിനെ സഭയിലൂടെ നമുക്കിന്ന് നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുന്ന ഒരു വലിയ മേഖലയുണ്ട് പ്രിയമുള്ളവരെ. അപ്പം ഇന്ന് നമ്മളോട് കർത്താവ് പറയും, ഇന്നലെ ചിന്തിച്ചതായിരുന്നു, നമുക്ക് ഉള്ളിൽ, അതായത് സാത്താൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ആത്മാവിലാണ്. ഞാൻ പറയും, ദൈവത്തിന് നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, എന്തുമാത്രം സ്കൂളിൽ കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടില്ല, എന്തുമാത്രം കുട്ടികളാണ് സ്കൂൾ വിട്ടിങ്ങോട്ട് ഇറങ്ങി വരുന്നല്ലേ. നമ്മുടെ കണ്ണ് എവിടെയാണ്? നമ്മുടെ കുഞ്ഞുണ്ടോ നോക്കിക്കൊണ്ട് കഴിയുമ്പോൾ സന്തോഷമല്ലേ, കുഞ്ഞിന് സന്തോഷം, ഓടി വന്നു വരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ദൈവം ഭൂമിയിൽ അപ്പൻ്റെ അമ്മയുടെ ഉള്ളിൽ കൊടുത്ത് നമുക്ക് നൽകി ആത്മാവിനെ തിരികെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന, കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഒരു പിതാവാണ് ദൈവം. ഈ ഭൂമിയിൽ അപ്പനും അമ്മയും നന്നായി നോക്കുമോ, തിരികെ എത്തുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ജെറമ്യാ 13 പലപ്പോഴും ചിന്തിച്ചാണ്, നിങ്ങൾ തിരികെ വരുന്നില്ലെങ്കിൽ എൻ്റെ ആത്മാവ്, നിങ്ങൾ അന്ധകാരത്തിലേക്ക് പോകുകയാൽ നിങ്ങൾ തിരികെ എത്തിയില്ലെങ്കിൽ എൻ്റെ ആത്മാവ് ഉള്ളുരുകി കരയും, കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകും. ഈ ഭൂമിയിൽ നമ്മൾ വിചാരിക്കും നമ്മളാ കരയുന്നതല്ല. ഒരു കുഞ്ഞിനെ കണ്ടില്ല അമ്മ കരയുന്നത് പോലെ നമ്മുടെ ആത്മാവ് തിരിച്ചെത്തിയില്ലെങ്കിൽ കരയുന്ന ഒരു ദൈവമാണ്. ഞാൻ ഉള്ളുരുകി, ജെറമ്യാ 13 ഞാൻ ഉള്ളുരുകി കരയും, കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം തന്നെ, അവിടുന്ന് തന്നെ മനുഷ്യനായ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നത് നമ്മോടുള്ള ഈ സ്നേഹം മൂലമാണ്. നമ്മുടെ ആത്മാവിൻ്റെ സ്നേഹം പ്രിയമുള്ളവരെ നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ ഈശോ നമ്മളെ ഓർപ്പിക്കുന്നതാണ്, നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള
എന്താ യാക്കോബ് 4:5 പറയുന്നുണ്ട്, നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന തൻ്റെ ആത്മാവിനെ ദൈവം അസൂയയോടുകൂടി അഭിലഷിക്കുന്നുവെന്ന്. സാത്താൻ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി അസൂയയോടെ നോക്കിയിരിക്കുകയാണ്. ഇന്നലെ ചിന്തിച്ചതുകൊണ്ട് നമ്മളുള്ളിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. ഇന്ന് സുവിശേഷത്തിലെ മത്തായി 6 ഈശോ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് ഇത് നമ്മുടെ ഉള്ളിൽ. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ മുറിക്കുള്ളിക്കാർ കഥകടച്ചിരുന്ന് നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവുമായിട്ട് നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.